നമസ്കാരം. ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മൂഡ ഭൂമി കുംഭകോണ കേസിൽ തന്നെ വിചാരണ ചെയ്യാനുള്ള ഗവർണറുടെ നടപടിക്കെതിരെ സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി അപ്പാടെ തള്ളിയിരിക്കുകയാണ്. ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ഗവർണർ താവർചന്ദ് ഗെലോട്ടിന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്നുവെന്നും നടപടിയിൽ തെറ്റില്ല എന്നും കോടതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. വസ്തുതകൾ പരിശോധിക്കാൻ അന്വേഷണം ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. സാധാരണ ഗവർണർ മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അസാധാരണ സാഹചര്യത്തിൽ ഗവർണർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാനുള്ള നിയമ സംവിധാനം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെയുണ്ട്. അത്തരമൊരു സാഹചര്യമാണിതെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. താൻ പ്രതിയോ പങ്കാളിയോ അല്ലാത്ത ഭൂമി ഇടപാടിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ ഗവർണർ തവർചന്ദ് ഗെലോട്ടിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് കാണിച്ചായിരുന്നു സിദ്ധരാമയ്യയുടെ ഹർജി. സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ഗവർണറുടെ ഉത്തരവാണ് വിവാദമായത്. 2013-2018 സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ഭൂമി കൈമാറ്റം നടത്തിയതിന്റെ തെളിവ് സാമൂഹ്യ പ്രവർത്തക സ്നേഹമയി കൃഷ്ണ കോടതിക്ക് കൈമാറിയിരുന്നു. കേസ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കർണാടക രാജ്ഭവൻ രാഷ്ട്രപതിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അയച്ചിരുന്നു. ഇനി എന്താണ് മൂഡ കേസ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതി മൈസൂർ വികസന അതോറിറ്റിയുടെ ഭൂമി അനധികൃതമായി കൈയടക്കിയെന്നാണ് മൂഡ അഴിമതിയുടെ ആരോപണം. മലയാളിയായ TJ എബ്രഹാം, പ്രദീപ് കുമാർ, സ്നേഹമയി കൃഷ്ണ എന്നീ 3 സാമൂഹ്യ പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് മൂഡ ഭൂമി കുംഭകോണ കേസിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് പ്രോസിക്യൂഷന് അനുമതി നൽകിയത്. പാർവതിക്ക് അവരുടെ സഹോദരന് നൽകിയ ഭൂമി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വികസനാവശ്യത്തിനായി ഏറ്റെടുത്തിരുന്നു. ഇതിന് പകരമായി വിജയപുരിയിൽ അവർക്ക് ഭൂമി നൽകുകയുണ്ടായി. ഈ ഭൂമിയുടെ വില കൈമാറപ്പെട്ട ഭൂമിയുടേക്കാൾ വളരെ ഉയർന്നതായിരുന്നുവെന്നും അത് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കിയുമെന്നാണ് കണ്ടെത്തൽ. 2010 സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് സഹോദരൻ മല്ലികാർജുന ഭൂമി സമ്മാനിക്കുന്നത്. 1988 അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 17 2018 പ്രകാരമാണ് ഗവർണർ വിചാരണയ്ക്ക് അനുമതി നൽകിയത്. പ്രദീപ് കുമാർ, TJ എബ്രഹാം, സ്നേഹമയി കൃഷ്ണ എന്നിവർ നടത്തിയ ഹർജിയിൽ തുടർന്ന് സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാനാണ് ഗവർണർ ഒരു അനുമതി നൽകിയത്. ഗവർണറുടെ അനുമതി ഗവർണർ നൽകി. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സിദ്ധരാമയ്യ ഹൈക്കോടതിയിലേക്ക് പോയി. ആ സിദ്ധരാമയ്യയുടെ ഹർജി ഹൈക്കോടതി തള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സിദ്ധരാമയ്യയുടെ പേരിൽ കേസെടുക്കാം. കേസെടുത്തു കഴിഞ്ഞാൽ തുടർന്ന് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നത് ഉറപ്പാണ്.